ഒരിക്കലെ ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമതും ചോദിക്കുന്നു, എല്ലാത്തിനും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമുള്ളവരെ, നമുക്കറിയാം ആദ്യം ക്രിസ്തു ചോദിക്കുന്ന എന്താണ്? എല്ലാത്തിനും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും എല്ലാത്തിനും ഉപരിയായി നമ്മൾ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നമ്മൾ ലോകത്തിലുള്ള വസ്തുക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതനുസരിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലും. ദൈവസ്നേഹമെന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായി തീരുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് ക്രിസ്തു ചോദിക്കുന്നത്, നീ എല്ലാത്തിനും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നു. കാരണം നീ എന്നെ സ്നേഹിക്കുമ്പോൾ മറ്റെല്ലാ സ്നേഹത്തെക്കാളും ഉപരിയായിരിക്കണം എന്നോടുള്ള സ്നേഹം. എന്നോടുള്ള സ്നേഹത്തിൽ മറ്റൊരു പ്രതിബന്ധങ്ങളും നിന്നെ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റരുത്. മൂന്നാമത്തെ ചോദ്യമാണ് ഹൃദയസ്പർശിയായത്. കാരണം പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നീ എല്ലാം അറിയുന്നവനല്ലേ എന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ എല്ലാത്തിനും ഉപരിയായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം പൂർണ്ണമായി തീരുന്നത്. അതെങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും മനസ്സോടും ഒരു വ്യക്തി ലോകത്തെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം പൂർണ്ണമായി തീരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.